ഹലോ ഗൈസ്, അപ്പോൾ നോനീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീട് ഫുള്ള് കംപ്ലീറ്റ് ആകാൻ പോവാണ്. പിന്നെ കുറച്ച് പണി നമ്മുടെ മൈനിങ് ഏരിയയിലും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറുന്നിട്ടാണ് വീഡിയോ എടുത്തത്, അല്ല ഇൻട്രോ എടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അടിയിൽ നിന്ന് ചെസ്റ്റ് ഫുള്ള് വയ്ക്കും ഗൈസ്. ഞാൻ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് അതുകൊണ്ട് തന്നെ തുടങ്ങാൻ കണ്ട ചെസ്റ്റൊക്കെ നിറഞ്ഞു ഈ മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ വീട് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പോണത്. പിന്നെ അവിടെ കുറച്ച് ചെയ്യാനുള്ളത്. ചെസ്റ്റ് ഫസ്റ്റ് വയ്ക്കുക ഗൈസ്. ചെസ്റ്റ് ലേബിൾ ചെയ്യുന്നുണ്ട്, ലെതർ എടുത്തില്ല. ഇങ്ങനെ ഇട്ട് ക്രൗച്ച് ചെയ്തിട്ട് ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, 5 എണ്ണമായി. ക്രൗച്ച് ചെയ്തിട്ട് ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം. 3 ചെസ്റ്റ് ബാക്കിയുണ്ട്. അതവിടെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ മറ്റേ ഇത് വയ്ക്കും. 2 ലെതർ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. കുറച്ചെടുക്കുക, ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ഇതിവിടെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് തുറക്കാം. പറ്റും. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് അതേപോലെ ഇനിയും വേണം, അതിന് വുഡ് വേണം. വുഡ് കഴിഞ്ഞു, ഉള്ള വുഡൊക്കെ കഴിഞ്ഞുകൊണ്ട് തോന്നുന്നുണ്ട്. അത് നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വുഡ് പോയി ചെയ്യാം. ഞങ്ങളുടെ സാപ്ലിങ്ങൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഒരു സാപ്ലിങ് നമുക്ക് വേണം അവിടെ ലേബിൾ ചെയ്ത് വയ്ക്കാം. 5 എണ്ണം മെയിനായിട്ട് എടുക്കുന്നു ഞാൻ. ഇത്ര മതിയില്ലേ? ഇത്ര മതി. ഇത്ര മതി, ഇത് മതിയോ? ഇനി ഇതുകൊണ്ടൊക്കെ 40 എണ്ണം കിട്ടി. ഒരു സാപ്ലിങ് കിട്ടി. ഇതന്നെ മതി. പോവുക. അപ്പോഴേക്ക് രാത്രി ഗൈസ്. ഇവിടെ തന്നെ കിടന്നുറങ്ങിയല്ലോ. അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് പോയി കിടന്നുറങ്ങി ഗൈസ്. ഇവിടെ കിടന്നുറങ്ങാം. നമ്മളിവിടെ കിടന്നുണ്ട്. ഇനി ഇതിലൊരെണ്ണം കൂടി ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് ഇതെടുക്കുക, ഇതൊരുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ലേബിൾ ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് നമ്മൾ ലേബിൾ ചെയ്യേണ്ടത് ഒരു ലോഗ് വേണമല്ലോ. അതിനെടുത്ത് ആക്കണ്ടായിരുന്നു. ഒരു ലോഗും കൂടിയാണ്. നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് എടുക്കാം. ഒരെണ്ണം മതി. ഞാൻ പിന്നീട് എപ്പോഴേലും വെച്ചോണ്ടത്, അല്ലെങ്കിൽ ആ വീട് ഇടിച്ച് പൊളിച്ച് കളയണം കഴിച്ചു. നമ്മുടെ വീടിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വുഡിനെ സംബന്ധിച്ചുള്ളത്. നല്ല പൊട്ടത്തരം കാണിച്ചത്. ഇത് വുഡിനെ സംബന്ധിച്ചുള്ളത്. വുഡിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കുക. സ്റ്റെയർ അതൊക്കെ. പിന്നെ സ്റ്റോണിൻ്റെ ഒരെണ്ണം വേണം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഇത് പിന്നെ ഒരു സ്റ്റോണിൻ്റെ മൈനിങ്ങിന് മുമ്പ് കിട്ടുന്നതും ബാക്കിയുള്ളതൊക്കെ ഈ ഇതിൽ. എന്നിട്ട് പിന്നെ ഒരെണ്ണം മറ്റേ നാച്ചുറായിട്ട് കിട്ടണത്
അതൊരെണ്ണം. പിന്നെ ഒരെണ്ണം വെപ്പൺസും ആർമറൊക്കെ വയ്ക്കാൻ ഒരെണ്ണം. പിന്നെ ഒരെണ്ണം ഫുഡ് വയ്ക്കാനും പിന്നെ ഇതൊന്നും അല്ലാണ്ട് വേറെ കിട്ടണതും കൂടി വയ്ക്കാം. അപ്പം അതിന് നമുക്ക് ഇത് വേണം, ലെതർ. അതിന് നമുക്ക് 3 ലെതറും കൂടി വേണം. അതിന് പശുവിനെ കൊല്ലണം ഗൈസ്. അപ്പോൾ ഞാൻ പശുവിനെ കണ്ടുപിടിച്ച് കൊന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. അത് ഗൈസ്, അപ്പോൾ 3 ലെതർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, 3 എണ്ണം മാത്രം മതിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ എടുത്ത് മറ്റേ ഇതാക്കിയിട്ട് അതൊക്കെ എടുത്ത് നമുക്ക് ഇതാക്കാം. ഇത് ഐറ്റം ഫ്രെയിം. എന്നാലും അതിൻ്റെ പേര് കിട്ടാണ്ടായിരുന്നു ഗൈസ്. 3 എണ്ണം ഇത് മതി. ഇനി 1 2 3 ഇവിടെ നാച്ചുറായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ സാപ്ലിങ് വയ്ക്കുക. ഇവിടെ ആർമർ ഇതെന്തത്, ഇവിടെ ആർമറും വെപ്പൺസൊക്കെ വയ്ക്കാനായിട്ട് അതിന് ഇവിടെ ഏതൊരു പെട്ടിയിലിരിക്കുന്നു. പിന്നെ സോർട്ട് ചെയ്ത് വെക്കണം. ഇത് വേണ്ട, ഇത് മതി. പിന്നെ ഇതൊരെണ്ണോടെ. പിന്നെ ഫുഡ് അല്ലെങ്കിൽ വേറെ മറ്റേതൊക്കെ വയ്ക്കാൻ ആയിട്ട്. അപ്പോൾ അതിന് ഇത് വയ്ക്കുക ഗൈസ്. ഓക്കെ, അങ്ങനെ ഈ ഒരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റോറേജിൻ്റെ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി മറ്റേ ഭാഗങ്ങൾ ചെയ്യാം ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടുണ്ടാവും. ബൈ. അത് ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ ചോറിനാൻ പോയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറേജിൻ്റെ ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അല്ല, ഇത് സോർട്ട് ചെയ്ത് വെക്കണ്ടേ, സോർട്ട് ചെയ്ത് വെക്കണമല്ലോ അല്ലേ. ഇതൊക്കെ സോർട്ട് ചെയ്തിട്ട് വരാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കണ്ടേ. പിന്നെ എവിടെയാണ് വയ്ക്കുക? ഇവിടെ പൊട്ടിച്ച ഇവിടെ വയ്ക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വയ്ക്കാം. ഓക്കെ, ഇനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ കയ്യിലിരിക്കണം. വുഡ് ആകെ കൊളായിരിക്കുന്നുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ ഇതൊരെണ്ണം. അയ്യോ, ടാറ്റ വെറുതെ പൊട്ടിച്ചു. പൊട്ടാറ്റോ എടുത്തിട്ട് ഡേറ്റ എടുത്തു. ചെന്നിട്ട് ഓക്കെ. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു പൂ വെക്കണം. പറഞ്ഞിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പണിയുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പൂ, ഇവിടെ ഒരു പൂ. ചുവപ്പ് പൂ കഴിഞ്ഞുണ്ട്. പൂവിൻ്റെ സെക്ഷനൊക്കെ വയ്ക്കുക ഗൈസ്. ഇപ്പം എവിടെയൊക്കെ ഈ പൂക്ക് ആറിനോടെ വയ്ക്കുക. വയ്ക്കുക. ഒരു സൺഫ്ലവർ ഉണ്ട്. അത് ഇവിടെ ഇരിക്കട്ടെ. സൂര്യനെ നോക്കി, സൂര്യൻ ഇവിടെ അല്ലേ, ഞാൻ എന്താ അങ്ങോട്ട് നോക്കിയിരിക്കും. ആവോ, ഇതും കൂടി ഉണ്ട്. അത് പിന്നെയും ഉണ്ടാക്കിയ ഇവിടെ പോവൊന്നുമില്ല.
അപ്പോൾ എല്ലായിടത്തും പൂ വെച്ചിട്ടുണ്ട്. ഇനി മുകളിലത്തെ പണി. ലേഗ് മുകളിൽ കയറുമ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ വെച്ച കട്ടിലിരിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിക്കണം. പിന്നെ ഒരു ബെഞ്ച് വേണം. ബെഞ്ചിൽ നമുക്കിതിങ്ങനെ വയ്ക്കാം. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെക്കണം എന്നുണ്ട്, പക്ഷെ വെക്കാൻ എന്തെങ്കിലും ഒന്നുമില്ല. പെയിൻറ്റിങ് എന്തെങ്കിലും വയ്ക്കാം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടി ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കാം. എന്നിട്ട് അതെടുത്ത് ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റും, അത് പറ്റില്ല. ഇവിടെ വയ്ക്കുക. എൻ്റെ പൊന്നി എന്തൊരു പണി, ചെറുത് മതി. ഇത്ര വലുത് കാണാം, ജനല കാണില്ലല്ലോ. വലുതിരിക്കട്ടെ, ഒരു ബ്ലോക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. അതല്ലേ ഓക്കെ, സെറ്റ്. ഇത് വേണ്ട, മറ്റേ തന്നെ മതി. അത് മതി. കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വെറുതെ ഇത് മാത്രം ഇരിക്കുമ്പോൾ ഒരു രസമല്ലേ. ഇവിടെ ഒരു ബെഞ്ച് വയ്ക്കുക. ഇങ്ങനെയില്ല, ഇങ്ങനെ വയ്ക്കില്ലേ. ഇങ്ങനെ ഒരെണ്ണം. ഇവിടെ ഒരു സ്ലാബ്, ഇവിടെ അങ്ങനെ എല്ലാ തലവിരിച്ച്. ഡെക്കറേഷന് ഞാൻ പറഞ്ഞ പാട്. ഇനി ഇവിടെ കയറുന്നു പറഞ്ഞ. ഓക്കെ, സെറ്റ്. കയറി വരുമ്പോൾ ബെഡ്റൂം. അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കണ്ട, ഒരു കാര്യം ചെയ്യാം, ചെരിച്ച് വയ്ക്കാം. ഇതെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. അങ്ങനെ വെച്ച് ഒരു വേറെ എന്തുട്ടാ ഞാനവിടെ വെച്ചിരുന്നത്, ഒരു ടേബിളല്ല, അതിന് വേണ്ട. ഇങ്ങനെ മതി, ഇത്ര മതി. ലീവ്സൊക്കെ ഉണ്ടാകാൻ ഷീർ വേണം. ഇന്ന് എൻ്റെ കയ്യിൽ അയണില്ല, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ ഒരു കിച്ചൺ പോലെ ഫർണേഴ്സൊക്കെ വയ്ക്കണം. ഇടണം. എന്നിട്ട് ഒരു കാർട്ടോഗ്രഫി ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ഇതൊക്കെ ഇല്ലേ, ഇതും ഇവിടെ ഇതിനുള്ളിൽ പറ്റും. ഇത് വയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ, അല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ പിന്നെയും ഭംഗിയുണ്ടല്ലേ. ഇനി ഗ്രൈൻഡ് സ്റ്റോ എടുത്ത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു സ്റ്റോൺ കട്ടർ എടുത്ത് ഇരിക്കട്ടെ. അല്ലേ ഉണ്ട്, അവിടെ ഒതുക്കി വയ്ക്കുക സൈഡിൽ, വെറുതെ എന്തിനാ. ഇതെടുത്ത് ഉടയ്ക്കുക, ഇതെടുത്ത് ഉടയ്ക്കുക. സ്മോക്കർ വേണം ഫസ്റ്റ് ഇടുന്നുറക്കം. എടുക്കുമ്പോൾ ജനാല വേണം.
എനിക്കുമ്പോഴും ജനലാണ് ആയി. ഇനി എന്തുട്ടൊക്കെയുള്ള എൻ്റെ കയ്യിൽ ഇനി കുറച്ച് ഇതുണ്ടാക്കി വെക്കണം. ഫർണേസ്, ഒരു സ്മോക്കർ ഉണ്ടാക്കണം. സ്മോക്കർ ഉണ്ടാക്കണമെങ്കിൽ വുഡ് വേണം. അത് മതി, ഇത് മതി ഗൈസ്. കയറി ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ. ഇനി എന്തെങ്കിലും ഉണ്ടോ എൻ്റെ കയ്യിൽ? ഇല്ല. അത് മതി. വേണേ 2 കാർപ്പറ്റ് അവിടെ വയ്ക്കായിരുന്നു. ഒറ്റ ഊളുള്ളൂ, കുഴപ്പമില്ല, അത് മതി. അങ്ങനെ വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇന്ന് വീട് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ഇഷ്ടമായി. ഇത് ആ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാ ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.